നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അരികിൽ എത്തിക്കഴിഞ്ഞു. 2026 മെയ് മാസത്തിൽ തന്നെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകൾ, ഈ 14 ജില്ലകളിലെയും LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും സാധ്യതകളെ പരിശോധിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഇലക്ഷൻ അവലോകനം എന്ന പേരിൽ വൈറ്റ് സ്വാൻ TV ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല ആർക്കൊപ്പം നിൽക്കും 2026 തെരഞ്ഞെടുപ്പിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങൾ, ആ 5 നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു ആദർശ്? ആദ്യം നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് എനിക്ക് മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ്, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് 5 നിയോജക മണ്ഡലങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അതായത് UDFിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത്. എന്താണ് ഒരു മണ്ഡലത്തിന്റെ ചരിത്രം? എന്താണ് മഞ്ചേശ്വരം? സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ വാർത്തകളിലും മറ്റും ഇടം പിടിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്ത് പ്രധാനമായും UDF LDF മത്സരമാണ് പരമ്പരാഗതമായി കേരളത്തിൽ നടക്കുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് BJPയും അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതായത് UDFും BJPയും തമ്മിലാണ് കഴിഞ്ഞ കുറേ തവണകളായി മഞ്ചേശ്വരത്ത് മത്സരം നടക്കുന്നത്. നമ്മൾ കണക്കുകൾ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ മഞ്ചേശ്വരത്തിന്റെ MLA മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള AKM അഷറഫാണ്. UDFിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹമാണ് വിജയിച്ചത്. പക്ഷെ അദ്ദേഹം വിജയിച്ചത് കേവലം 800-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. അതായത് തൊട്ടുപുറയിലെ, അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന K സുരേന്ദ്രന് 65,013 വോട്ടുകൾ ലഭിച്ചപ്പോൾ 65,858 വോട്ടുകൾ മാത്രമാണ് AKM അഷറഫിന് ലഭിച്ചത്. അതായത് വെറും കേവലം 855 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ ലീഗിന് അല്ലെങ്കിൽ UDFിന് വിജയിക്കുവാൻ സാധിച്ചത്. അതേസമയം പരിശോധിക്കുന്ന മറ്റൊരു കാര്യം, അവിടെ CPMന്റെ സ്ഥാനാർത്ഥി VV രമേശിന് കിട്ടിയ വോട്ട് 40,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്നു K സുരേന്ദ്രൻ, BJPയുടെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, ശ്രീ K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് തോന്നുന്നു മറ്റേ AKM അഷ്റഫ് അല്ലെ, AK അഷ്റഫ് എന്ന് പറഞ്ഞുള്ള മത്സരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് MLA ആയിട്ടിരുന്ന കമറുദ്ദീനെതിരെ ശക്തമായ ചില ചീറ്റിംഗ് കേസുകളിലൊക്കെ, ഒരു ഗോൾഡ് ജുവലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചീറ്റിംഗ് കേസിലൊക്കെ അദ്ദേഹം ഉൾപ്പെടുകയും അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കർണാടകയുടെ ബോർഡറിലുള്ള മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിട്ട് മഞ്ചേശ്വരത്ത് ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പൂർണ്ണമായിട്ടും ആ കർണാടകയുടെ ബോർഡറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയത്തിനാണ് അവിടെ പ്രസക്തിയുള്ളത്. മാത്രമല്ല ശബരിമല വിഷയമൊക്കെ വലിയ തോതിൽ ചർച്ചയായതും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് ആ തവണ 2 മണ്ഡലത്തിലാണ് അദ്ദേഹം ഒരേ തവണ മത്സരിച്ചിരുന്നത്. ഹെലികോപ്റ്ററിലും മറ്റുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം. അങ്ങനെ വലിയ തോതിൽ ഒരു ചർച്ച BJP ഉണ്ടാക്കിയെടുത്തത് മഞ്ചേശ്വരം. കോന്നിയിലും മഞ്ചേശ്വരത്തും അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് മത്സരിക്കാതെ മഞ്ചേശ്വരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം വിജയിച്ചു പോയത്. അത് BJPയുടെ തന്നെ പല നേതാക്കന്മാരും പിന്നീട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2021 നിന്നുള്ള 2026 വരുമ്പോഴത്തേക്ക് അവിടെ CPMനെ സംബന്ധിച്ച് CPM അവിടെ മത്സരരംഗത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കുറേയും കൂടി. പക്ഷേ അവിടെ UDFിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് ചില ഘടകങ്ങളുണ്ട്. അതായത് AKM അഷ്റഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം മുഴുവൻ സമയം കർണാടകയിലേക്ക് എത്തുകയും ശിരൂരില് രക്ഷാപ്രവർത്തനത്തിന് മുഴുവൻ സമയം ആ ഒരു കുടുംബത്തിന്റെ അംഗമെന്ന നിലയിൽ അഷ്റഫിന് അവിടെ സജീവമായി നിലകൊള്ളുവാൻ സാധിക്കും. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചിരുന്നത് അഷ്റഫായിരുന്നു. മാത്രമല്ല മരണശേഷവും ബോഡി ലഭിച്ചതിന് ശേഷവും കുടുംബമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അഷ്റഫ് എന്ന MLA ആണ്. ഈ ശിരൂർ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം അഷ്റഫ് MLA ആയിരുന്നതിൽ ആർക്കും തർക്കമില്ല. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ തന്റെ സ്വീകാര്യത ഒന്നും കൂടി വർദ്ധിപ്പിച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഏറെക്കുറെ ലീഗിന്റെ തീരുമാനപ്രകാരം അദ്ദേഹം തന്നെ MLA സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് MLA ആവുന്നത്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ കോൺഗ്രസും CPMും തമ്മിൽ വോട്ട് കച്ചവടം നടത്തുന്നു എന്ന് BJP ആരോപണം ഉന്നയിക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് CPM BJP കൂട്ടുകെട്ട് ആണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാവാൻ മഞ്ചേശ്വരത്തിന് സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സിബിചേട്ടാ, ഈ മഞ്ചേശ്വരത്തെ CPMന്റെ ഒരു തകർച്ച നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഉദുമ MLA CH കുഞ്ചമ്പു 2006 മഞ്ചേശ്വരം മണ്ഡലത്തിൽ MLA ആയിരുന്നു. അതിനുശേഷം
2011-ലും 2016-ലും CPM-ന്റെ അബ്ദുൾ റസാഖ് ആയിരുന്നു തുടർച്ചയായിട്ട് മഞ്ചേശ്വരത്തെ MLA. അതായത് 2006-ൽ CPM വിജയിച്ച മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം. 2011-ലും 2016-ലും വിജയിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം CPM-നെ സംബന്ധിച്ച്. ഈ തുടർച്ചയായി 2016 വരെ വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ, അതായത് 2021-ലെ തെരഞ്ഞെടുപ്പിൽ കേവലം 40,000 വോട്ടുകളാണ് അവിടെ CPM-ന് ലഭിച്ചിരിക്കുക. അതായത് BJPയും CPM-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏറെക്കുറെ 15,000-ൽ കൂടുതൽ വോട്ട് വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. പക്ഷെ വേറെ കാര്യം 1987, 91, 96, 2001 കാലഘട്ടങ്ങളിൽ അവിടെ ജയിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചേർക്കുളം അബ്ദുള്ളയായിരുന്നു. അദ്ദേഹം തുടർച്ചയായിട്ട് 4 തവണ MLA ആയിരുന്നുള്ള സ്ഥലമാണ് മഞ്ചേശ്വരം. അതിനുശേഷമാണ് പിന്നീട് ഈ CPM-ന്റെ കൈകളിലേക്ക് പോകുന്നത്. അപ്പോഴും CPM-നുള്ള അടിസ്ഥാന വോട്ടുകൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ. അത് ഏത് വശത്തേക്കാണ് പോയത് എന്ന് ഉള്ള നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തി തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് നിന്ന് ആണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം നടത്തുവാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ CPM-ൽ ഉണ്ടായിരുന്ന ഹൈന്ദവ വോട്ടുകൾ, അതായത് വിവിധ ജാതി മത ഇതിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാം വോട്ട് കൂട്ടമായി തന്നെ സംഘടിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യുവാനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് CPM തകരുന്നിടത്തെല്ലാം BJP ആണ് വളരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സിബിച്ചേട്ട ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ട, അതായത് കേരളത്തിലെ മറ്റ് എല്ലാ മണ്ഡലങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലമൊന്നും അല്ല മഞ്ചേശ്വരം. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാത്തൊരു മണ്ഡലത്തിൽ BJPയിലേക്ക് വലിയ തോതിൽ CPM വോട്ടുകൾ മാറി എന്നുള്ളത് വളരെ പ്രസക്തമായ. കർണാടകയുടെ ബോർഡറും കൂടെയാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കർണാടക BJP പലതവണ ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ കർണാടകയിൽ BJP കോൺഗ്രസ് മത്സരമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരത്ത് തെറ്റ് പറയാണ്ട് പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2026-ൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ K. സുരേന്ദ്രൻ തന്നെ ആവും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. നിലവിലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ AK അഷ്റഫ് തന്നെ ആയിരിക്കും. എനിക്ക് 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ UDF-നെ പ്രതികരിച്ച് മത്സരിക്കുക AK അഷ്റഫ് തന്നെ ആവാനാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ വർധനവുണ്ടാവാനും സാധ്യതയുണ്ട് AK അഷ്റഫിന്റെ. പക്ഷേ അവിടെ BJP വോട്ട് വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അത് കൂടാതെ തന്നെ അതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരം നിയോജക മണ്ഡലം ഇത്തവണ BJPയുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. പക്ഷെ അതിനെ CPM ഏത് രീതിയിൽ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ CPM-ന്റെ വോട്ടുകൾ നേടാനായിട്ട് കോൺഗ്രസിന്റെ, അതായത് CPM ആയിരിക്കും അവിടുത്തെ തീർച്ചയായിട്ടും CPM നിയമത്തെ ഒക്കെ പോലെ പണ്ട് വോട്ട് CPM-ന്റെ വോട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചാൽ അവിടെ UDF വിജയിക്കും. അതല്ലാത്ത പക്ഷം അവിടെ BJP കേരളത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ആദ്യ ദിവസം മായി വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് നിന്നുള്ള BJP സ്ഥാനാർത്ഥി ആവാനുള്ള സാധ്യതകളുണ്ട്. നമുക്കടുത്ത കാസർഗോഡ് മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കണക്കുകൾ ഇപ്രകാരമാണ്. നിലവിൽ UDF ആണ് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിച്ചു നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നിയമസഭയിലും മറ്റും ഒട്ടേറെ ശ്രദ്ധാകേന്ദ്രമായ ശ്രീ NA നെല്ലിക്കുന്നാണ് നിലവിൽ അവിടുത്തെ MLA. അദ്ദേഹം തന്നെയാണ് 2011 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അവിടെയും 2ാം സ്ഥാനത്തുള്ളത് BJP തന്നെയാണ്. BJPയുടെ K. ശ്രീകാന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ 3ാം സ്ഥാനത്തുള്ളത് LDF ആണ്. LDF-ന്റെ ഭാഗമായിട്ടുള്ള INL ആണ്, ഇന്ത്യൻ നാഷണൽ ലീഗ് ആണ് അവിടെ 3ാം സ്ഥാനത്തുള്ളത്. നമ്മൾ കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 12,901 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു NA നെല്ലിക്കുന്ന് വിജയിച്ചിരുന്നത്. ഏറെക്കുറെ അദ്ദേഹത്തിന് ലഭിച്ച ആകെ വോട്ടുകൾ 63,296 വോട്ടുകളാണ്. അതേസമയം BJP കിട്ടിയത് 50,395 വോട്ടുകളാണ്. INL അതായത് LDF-ന് ലഭിച്ചത് 28,323 വോട്ടുകൾ മാത്രമാണ്. നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം, അവിടെ LDF-ന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം കേവലം 28,323 വോട്ടുകളാണ്. ഇതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക്. അവിടെയും LDF 3ാം സ്ഥാനത്തേക്കാണ് പോയിട്ടുള്ളത്. മഞ്ചേശ്വരത്തേക്കാൾ വളരെ വലിയ വ്യത്യാസത്തിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. കാസർഗോഡ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിട്ട് 1952, 57, 60 ശേഷം ഈ 3 മത്സരങ്ങളിൽ കോൺഗ്രസ്
സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. തുടർന്ന് വന്നിട്ടുള്ള എല്ലാ ഇലക്ഷനുകളിലും വിജയിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കാസർഗോഡ് സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ചു പറയാം. ആദ്യമായിട്ട് UDF-ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സീറ്റായിട്ട്, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് UDF-ന് എഴുതി വെക്കാവുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് കാസർഗോഡ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നെല്ലിക്കുന്ന് ഓരോ തവണ വിജയിക്കുന്നതും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8000 സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന നെല്ലിക്കുന്നിന് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉയർത്തി 12,000-ന് പുറത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത മണ്ഡലത്തിൽ ഉടനീളം ഉണ്ട്. അത് എന്തായാലും 3 തവണയും കൂടി മത്സരിച്ച എന്നെ നെല്ലിക്കുന്നിന് ഒരു പക്ഷേ ലീഗ് നേതൃത്വം മാറ്റി നിർത്തിയാലും അവിടെ മറ്റൊരാൾ ഒരു പക്ഷേ അദ്ദേഹം 3 തവണ മത്സരിച്ചു. 2015, 2016, 2021, 2026 കൂടി അദ്ദേഹത്തിന്റെ ഒരു അവസരം കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പോലും അവിടെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാണോ അയാൾ തന്നെയാണ് വിജയിക്കുക എന്നുള്ളതിൽ തർക്കം വേണ്ട. അതുപോലെ എന്നെ നെല്ലിക്കുന്നിന്റെ നിയമസഭയിലെ പെർഫോമൻസുകളൊക്കെ വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഭാഷയിലൂടെ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും എന്നെ നെല്ലിക്കുന്നിന് തന്നെ സീറ്റ് കൊടുക്കാനുള്ള ഈ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്ന മറ്റു കാര്യം, ഈ മണ്ഡലം INL നിന്നോ CPM ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഒരു മാറ്റം ഉണ്ടാകും പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ചേശ്വരത്തും കാസർഗോഡും CPM-ന്റെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും ശക്തി ചോർന്നു വരുന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ MP ആയി വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും സംഘടനാ ചട്ടക്കൂടുകളും ഒക്കെ കുറച്ചുകൂടി സജീവമായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു കാരണവശാലും അവിടെ UDF-ന് ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എന്നെ നെല്ലിക്കുന്ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിർത്തുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും 2026 വിജയിച്ചു കയറി വരിക എന്നതിൽ ഒരു തർക്കവും ആർക്കും. കോൺഗ്രസ് അല്ലാത്തത് കൊണ്ട് തന്നെ ലീഗിനെ ആരും വാരാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ UDF-ന് സേഫായ മണ്ഡലം. കാരണം ഒരു കാരണവശാലും ലീഗിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരും കാല് വാരാനായിട്ടും പോകത്തില്ല. അത് പിന്നീട് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന ഉറച്ച വിശ്വാസം കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് അറിയാതെ. നമുക്ക് കാസർഗോഡോട് തന്നെ ചേർന്ന് നടക്കുന്ന ഉദുമ മണ്ഡലത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഉദുമയെ സംബന്ധിച്ച് ചില പ്രത്യേകതകളുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് 2 രക്തസാക്ഷികൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കൃപേഷും ശരത്ലാലും അവരുടെ ഒരു ഓർമ്മകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് ഈ ഉദുമ മണ്ഡലം. ഉദുമ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ, അതായത് ഈ 2 ചെറുപ്പക്കാരും മരണപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ വിജയം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം ഉൾപ്പെടെ കൃത്യമായിട്ട് ഉയർത്തിക്കാട്ടി ജനങ്ങളിലേക്ക് എത്തിയിട്ടും ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ CPM വിജയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതായത് ഇപ്പോൾ കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിച്ച കണക്കുകൾ ഇങ്ങനെയാണ്. മഞ്ചേശ്വരം MLA CH കുഞ്ഞപ്പു ആണ് ഉദുമ മണ്ഡലത്തിൽ നിന്ന് നിലവിലെ MLA. 13,322 വോട്ടുകൾക്കാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചത്. ഏകദേശം അദ്ദേഹത്തിന് ലഭിച്ച ആകെ വോട്ടുകളുടെ എണ്ണം 78,664. UDF-ന്റെ പെരിയ ബാലകൃഷ്ണനാണ് അവിടെ പരാജയപ്പെട്ടത്, 2ാം സ്ഥാനത്ത് എത്തിയത്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളാവട്ടെ 65,342. ഈ പെരിയ ബാലകൃഷ്ണൻ ഇന്ന് കോൺഗ്രസിന് പുറത്താണെന്നുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. BJP ആണ് അവിടെ 3ാമത്. BJP അവിടെ 3ാമത് എത്തിയെങ്കിലും തീരെ പ്രസക്തമല്ല. അവർക്ക് ആകെ ലഭിച്ചത് 20,360 വോട്ടുകൾ മാത്രമാണ്. 2016 എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ K കുഞ്ഞിരാമൻ, നമുക്കറിയാലോ, കൃപേഷ് ശരത്ലാൽ വധക്കേസിലെ പ്രതി കൂടിയായ അദ്ദേഹം 3,855 വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത്. അന്ന് ഇപ്പൊ നിലവിലെ KPCC പ്രസിഡന്റ് കൂടിയായ K സുധാകരനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അന്ന് K സുധാകരൻ പരാജയപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ചില അടിയൊഴുക്കളൊക്കെ ഉണ്ടെന്നുള്ളത് വലിയ ചർച്ചകളാണ്. 1987 KP കുഞ്ഞിക്കണ്ണനാണ് ഈ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഏക കോൺഗ്രസ് MLA എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മത്സരങ്ങളിലും എല്ലാ ഇലക്ഷനുകളിലും വിജയിച്ചു വന്നിട്ടുള്ളത് LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃപേഷിന്റെയോ ശരത്ലാലിന്റെയോ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ഉദുമ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള ചില സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്ന പക്ഷം അവിടെ ഈ ഉദുമ മണ്ഡലം 1987 ശേഷം 2026 UDF-ന് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതുകൂടാതെ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിനകത്തെ ഐക്യവും
മുസ്ലിം ലീഗിനുമായിട്ടുള്ള ഒരു ഐക്യവും UDF-ന്റെ ഐക്യവും എല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് പുതുവ, കാരണം കൃപേഷ് ലാലിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലുമാണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം UDF-നൊപ്പം ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം പരിശോധിച്ചിട്ടുള്ള 3 നിയോജക മണ്ഡലങ്ങളിൽ 2 നിയോജക മണ്ഡലങ്ങൾ UDF-നൊപ്പം എത്തുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം അവിടെ നമ്മൾക്ക് UDF ആണോ LDF ആണോ അല്ലെങ്കിൽ BJP, LDF ഒരിക്കലും വരത്തില്ല, BJP അവിടെ അക്കൗണ്ട് തുറക്കുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ പെരിയ ബാലകൃഷ്ണൻ CPM-ലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയാവുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല പെരിയ ബാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾ CPM-ന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നു. പെരിയ ബാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾക്കൊന്നും ഇനി 2026 കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃപേഷും ശരത് ലാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ രാഷ്ട്രീയ ഭേദമന്യേ കുടിയേറി പാർത്തിട്ടുള്ള 2 ചെറുപ്പക്കാരാണ്, ധീര രക്തസാക്ഷികളാണ്. ആ ചെറുപ്പക്കാരെ എന്തിനു കൊന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്നും ഒരു വ്യക്തത നൽകാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴും മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ സിബി ചേട്ടാ, അതായത് ഈ കൃപേഷിനെ ശരത് ലാലിനെ കൊലപാതകത്തിന്റെ എല്ലാ ഒരു ആഴത്തിലുള്ള വേദന നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം. അന്ന് കോൺഗ്രസിന് എന്തുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ടല്ലോ. അത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഈ ഉദുമ പോലെയുള്ള ഒരു ഗ്രാമീണ മേഖല, അവിടെ കൂടുതലായിട്ട് ഗ്രാമീണ പ്രദേശമാണ് ഉദുമ നിയോജക മണ്ഡലം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്ക് കൊറോണയുടെ സമയത്ത് ലഭിച്ചിട്ടുള്ള കിറ്റ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ചില ഗവൺമെന്റ് സഹായങ്ങൾ, ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് അവിടെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഉദുമയിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതല്ലാത്ത പക്ഷം അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറി വരേണ്ടതായിരുന്നു. പിന്നെ പെരിയ ബാലകൃഷ്ണനെ കുറിച്ച് അന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് 2021. അതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു പരാജയമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ആ കൊറോണയുടെ സമയത്ത് ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത്, അതായത് അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ കിറ്റുകളൊക്കെ UDF-ലേക്ക് വന്നു ചേരുമെന്നാണോ സിബിചേട്ടൻ പറഞ്ഞു വെക്കുന്നത്? എന്റെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 100% ഈ കാസർഗോഡ് പോലെ കാസർഗോഡ് പോലെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ തന്നെയും സാധ്യതയുണ്ട്. സാധ്യത പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉദുമ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ K. സുധാകരൻ മത്സരിച്ചിരുന്ന സമയത്ത് 3500 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഈ 3500 വോട്ടുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാരുടെ കാലുവാരലുകൊണ്ടാണ്. ആ കാലുവാരലില്ലാതെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാൾ വന്ന് മത്സരിക്കുന്ന സമയത്ത് അവിടെ ആ വോട്ടുകൾ, കോൺഗ്രസിന്റെ വോട്ടുകൾ എല്ലാം ഏകീകരിക്കപ്പെടുകയും ഈ വോട്ട് കൃത്യമായി കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉദുമ പിടിച്ചെടുക്കാവുന്നതുള്ളൂ. പക്ഷേ നമുക്ക് പറയാൻ പറ്റും UDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഉദുമ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാഞ്ഞങ്ങാട് മണ്ഡലം പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ മുൻ മന്ത്രി കൂടിയായ CPI-യുടെ E. ചന്ദ്രശേഖരനാണ് നിലവിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ MLA. അദ്ദേഹം 27,139 വോട്ടിന്റെ കൃത്യമായ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം നിലവിൽ MLA ആയി തുടരുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ 84,615 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. UDF-ലേക്ക് വന്ന UDF-ന്റെ ഭാഗമായിട്ടുള്ള PV സുരേഷാണ് 2ാം സ്ഥാനത്ത് മണ്ഡലത്തിലെത്തിയത്. അദ്ദേഹത്തിന്റെ വോട്ട് നില 57,476 വോട്ടുകളാണ്. BJP-യുടെ ബൽരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 21,570 വോട്ടുകളാണ്. 2016 പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വർഷവും CPI-യുടെ E. ചന്ദ്രശേഖരൻ തന്നെയാണ് 26,011 വോട്ടുകൾക്ക് വിജയിച്ച് MLA-യും തുടർന്ന് മന്ത്രിയുമായത്. അവിടെ UDF-ന്റെ രമ്യ സുരേഷാണ് 2ാമത്. ഏറെക്കാലമായി കുറേയധികം വർഷങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് CPI-ക്കൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് കാഞ്ഞങ്ങാട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് സാധ്യത? കാഞ്ഞങ്ങാട് അട്ടിമറിക്കുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം 1987 N. മനോഹരൻ മാസ്റ്റർ വിജയിച്ചത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ മറ്റൊരു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടത്തിലൊക്കെ അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിനുശേഷം തുടർന്ന് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF വിജയം നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചൊരു അത്ഭുതം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം അത് LDF-ന്റെ കൈകളിൽ സുരക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് CPI-ക്ക് കേരളത്തിൽ ഏറ്റവും ആദ്യം ഉറപ്പിച്ചു പറയാവുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. അവിടെ പ്രത്യേകിച്ച് ഒരു അത്ഭുതം നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കൊല്ലത്തെ കുണ്ട്രയിൽ പോലും വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, കരുനാഗപ്പള്ളിയിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു അട്ടിമറിക്ക് സാധ്യതയുള്ള ഒരു യുവ നേതാവോ
അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ജനകീയനായിട്ടുള്ള ഒരു നേതാവ് മത്സരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാഞ്ഞങ്ങാട് UDF വിജയിക്കാനുള്ള സാധ്യതകളുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടിന്റെ ഒരു ഇടതു സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂര്. നിലവിൽ അവിടുത്തെ കാസർഗോഡ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ M രാജഗോപാലനാണ് നിലവിൽ അവിടുത്തെ MLA. അദ്ദേഹത്തിന്റെ 26,137 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞ 86,151 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. UDF-ന്റെ MB ജോസഫാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് 60,014 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തുള്ളത്. BJP-യുടെ വിപിൻ TV ആണ് മൂന്നാം സ്ഥാനത്ത് കേവലം 10,961 വോട്ടുകൾ മാത്രമാണ് അവിടെ BJP-ക്ക് ലഭിച്ചത്. 2016-ലും M രാജഗോപാലൻ തന്നെയാണ് അവിടെ MLA ആയി വിജയിച്ചു വന്നത്. 16,959 വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ളത് KP കുഞ്ഞിക്കണ്ണനാണ്, കോൺഗ്രസിൻ്റെത്. മൂന്നാമത് M ഭാസ്കർ എന്ന BJP നേതാവ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് CPM തന്നെ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. കൃത്യമായി CPM-ന് സംഘടനാ സംവിധാനമുള്ള കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം സംഘടന മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് CPM-ന് എഴുതി വെക്കാവുന്ന, അതായത് ധർമ്മടം പോലെയൊക്കെ എഴുതി വെക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബലിയാടായിട്ട് കോട്ടയത്ത് നിന്നും MB ജോസഫ് തൃക്കരിപ്പൂർ പോയി മത്സരിച്ച് വൻ പരാജയം ഏറ്റുവാങ്ങിയതാണ്. അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹം അവിടെ വിജയിച്ച് കയറുമെന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു 1960 C കൃഷ്ണൻ നായരാണ് അവിടെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിട്ടുള്ള ഏക സ്ഥാനാർത്ഥി. EMS നമ്പൂതിരിപ്പാടൊക്കെ 1957 ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നത് തൃക്കരിപ്പൂരിൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത്രയും ശക്തമായിട്ട് CPM-ന് അടിത്തറയുള്ള അല്ലെങ്കിൽ LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ് തൃക്കരിപ്പൂർ. യാതൊരു തരത്തിലുള്ള അത്ഭുതവും നടക്കാൻ പോകുന്നില്ല. ഇവിടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും CPM തോൽക്കുന്ന ഒരു സാഹചര്യം വന്നാലും തൃക്കരിപ്പൂര് CPM മികച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അട്ടിമറിക്കുള്ള സാധ്യത. രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിച്ചാൽ പോലും തൃക്കരിപ്പൂര് CPM-ന് അട്ടിമറിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ഡലങ്ങളെ ഒന്നും കൂടി മൊത്തത്തിലൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചേശ്വരം സ്വാഭാവികമായിട്ടും UDF തന്നെ ആണോ LDF ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. UDF-നുണ്ട്. പക്ഷേ ഉദുമ പൂർണ്ണമായിട്ടും UDF-ന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കും. കാസർഗോഡും കോൺഗ്രസിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും അത് പൂർണ്ണമായിട്ടും LDF-ന്റെ സീറ്റാണ്. അവിടെ ഒരു ചലനവും സൃഷ്ടിക്കാനായിട്ട് കാഞ്ഞങ്ങാട് ഒരു അട്ടിമറി സാധ്യത സിവിചേട്ടൻ പറയുന്നുണ്ട് ചെറുതായെങ്കിലും. ഇല്ല, കാഞ്ഞങ്ങാട് അട്ടിമറി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, അതൊക്കെ UDF തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ അവതരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം മുമ്പെങ്കിലും കാഞ്ഞങ്ങാട് പോലെയുള്ള നിയോജക മണ്ഡലത്തിലൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ പിടിച്ചടക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലങ്ങളും ഇല്ല കോൺഗ്രസിന്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ സർവ്വ ബൂത്തുകളിലും കമ്മിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്, CPM-നെ പോലെ തന്നെ. പക്ഷേ ഈ ബൂത്ത് കമ്മിറ്റികൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ, ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ള ഒരു DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും ഒക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മണ്ഡലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്യണം. ആ സ്ഥാനാർത്ഥികളെ ഐഡന്റിഫൈ ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ 5ഉം 10ഉം സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് ആർക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഉദുമയും കാസർഗോഡും മഞ്ചേശ്വരവും കോൺഗ്രസിന് വിജയസാധ്യതകളുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ UDF-ഉം LDF-ഉം ഭയക്കേണ്ട നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് BJP അക്കൗണ്ട് തുറക്കാനുള്ള സർവ്വ സാധ്യതകളുമുണ്ട്. അതിനെ മതേതര കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പറയാൻ മാത്രം സാധിക്കുന്ന കാര്യമാണ്.